കേരളത്തെ ഏറെ ഞെട്ടിച്ച കേസുകളിലൊന്നാണ് ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം. ജസ്ന മരിയ ജെയിംസ് എന്ന യുവതി 2018 മാർച്ച് 22-നാണ് കാണാതാകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്ക് സമീപം കാഞ്ഞിരപ്പള്ളിയിൽ ബന്ധുവീട്ടിൽ നിന്നിറങ്ങിയ ജസ്ന പിന്നീട് തിരിച്ചെത്തിയില്ല. ആദ്യത്തിൽ ഇത് ഒരു സാധാരണ മിസ്സിംഗ് കേസ് എന്നാണ് കരുതിയത്. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനോടെ കേസ് വലിയ ചർച്ചയായി. കുടുംബം പലതവണ ആരോപിച്ചത് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നായിരുന്നു. കേരള പോലീസിന്റെ പ്രത്യേക സംഘം പിന്നീട് ക്രൈംബ്രാഞ്ച് പലരുടെയും ചോദ്യം ചെയ്തു. മൊബൈൽ ടവർ ലൊക്കേഷൻ, യാത്രാ മാർഗങ്ങൾ, സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ തുടങ്ങി എല്ലാം പരിശോധിച്ച് ഒരു ഘട്ടത്തിൽ ജസ്നയെ തമിഴ്നാട്ടിലേക്കോ ബംഗളൂരുവിലേക്കോ കടത്തിയെന്ന സംശയങ്ങൾ ഉയർന്നു. ചില അഭ്യൂഹങ്ങൾ മതപരിവർത്തന സംഘങ്ങളുമായി ബന്ധിപ്പിച്ചും പ്രചരിപ്പിച്ചു. പക്ഷെ ഇതുവരെ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഈ കേസിൽ ഏറെ വിവാദമായത് രഹസ്യ സാക്ഷിയുടെ മൊഴിയായിരുന്നു. ഒരാൾ ജസ്നയെ കൊന്നതായി പറഞ്ഞു വന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ പിന്നീട് അതും വ്യക്തമായ തെളിവുകളിലേക്ക് എത്തിച്ചില്ല. സംസ്ഥാന സർക്കാരിനും പോലീസിനും നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെ കേസ് പിന്നീട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തു. CBIയും കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി. നിരവധി പേരെ വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും ജസ്നയെ കണ്ടെത്താനോ അവർക്കെന്ത് സംഭവിച്ചെന്ന് ഉറപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ജസ്ന മരിയം ജെയിംസിന്റെ തിരോധാനം ഒരു ദുരൂഹതയായിട്ടാണ് തുടരുന്നത്. ജീവനോടെയാണോ, കുറ്റകൃത്യത്തിന് ഇരയായോ എന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസ് എന്ന നിലയിലാണ് ഇന്നും ഈ സംഭവം ഓർമ്മിക്കപ്പെടുന്നത്.